ഇതിലും വലിയ ഗതികെട്ട ഹീറോ ലോകത്തിലുണ്ടാകുമോ ആവോ? ഹീറോ ആണെന്ന് സ്വയം വിശ്വസിച്ച് അവസാനം ചീറ്റിംഗ് കേസ് ഡിപ്പാർട്ട്മെന്റിൽ എത്തിയ നായികൻ ആരോടോ ലവ് അഫെയർ നടത്തുന്നു. പക്ഷെ ആരാണെന്ന് ആർക്കും അറിയില്ല. ഓഫീസ് മുഴുവൻ ട്രസ്റ്റ് ഇഷ്യൂസ് ഓൺ മോഡാണ്. അവിടെ നമ്മുടെ ഹീറോ കീ ജുൻ എത്തുന്നു. അവൻ വെറും ഒരു എംപ്ലോയി അല്ല, ഓഫീസിലെ ഷെർലോക്ക് ഹോംസ് പ്ലസ് ആക്ഷൻ ഹീറോ കോംബോ ആണ്. വലിയ അഴിമതി കേസ്, ഫോറിൻ ഡീൽ സ്കാൻഡൽ, നോർത്ത് കൊറിയ കണക്ഷൻ വരെ കണ്ടുപിടിക്കുന്നവനാണ് അവൻ. പക്ഷെ ട്വിസ്റ്റ് എന്തെന്നാൽ പുതിയ ബോസ് ജോയിന ഓഫീസിലേക്ക് വരുമ്പോൾ തന്നെ അറ്റ്മോസ്ഫിയർ ഫ്രീസ് ആകുന്നു. ആളുകൾ ബ്രീത്ത് ചെയ്യാൻ പോലും പേടിക്കുന്നു. അവളെ കണ്ടാൽ തന്നെ റെസിഗ്നേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാൻ തോന്നുകയാണ് എല്ലാവർക്കും. വന്ന വഴി തന്നെ അവൾ എല്ലാവരെയും ഇന്റർവ്യൂ ചെയ്യുന്നു. പലരും കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നും ഇറങ്ങി പോകുന്നത്. അടുത്തത് കീ ജുൻ കോൺഫിഡന്റ് ആയി ഇന്റർവ്യൂ റൂമിലേക്ക് കയറുന്നു. ഇനി ഹീറോ മൊമെന്റ് വരുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷേ 2 മിനിറ്റിൽ ഗെയിം ഓവർ. നീ സ്പെഷ്യൽ അല്ല, നീ റീപ്ലേസബിൾ ആണ് എന്ന് ജോയിന പറയുന്നതിലൂടെ എല്ലാം ഭൂ. ഹീറോയിൽ നിന്ന് ടീം 3 പണിഷ്മെന്റ് സോണിലേക്ക് പോവുകയാണ് അവൻ. അവിടെ പ്രമോഷൻ അല്ല, ഗോസിപ്പ്, ചീറ്റിംഗ്, ഹസ്ബൻഡ് വൈഫ് ഡ്രാമ ഡിപ്പാർട്ട്മെന്റ് ആണ്. കീ ജുനിന്റെ ഫേസ് കണ്ടാൽ ഞാൻ FBI വിട്ട് വാട്സ്ആപ്പ് ഗോസിപ്പ് ഗ്രൂപ്പിലേക്ക് വന്നല്ലോ എന്നാണ്.